ആപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുക എന്നുള്ള അവൻ വലിയ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ ലോകത്തിൽ അവൻ യേശു കടന്നു വന്നത്. ഞാൻ ഇന്ന് ഉച്ച സമയം അവൻ വെല്ലുവിളിച്ചു ചോദിക്കട്ടെ, നല്ല സ്നേഹിത, തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ലോകത്തിൽ, അനേക അവൻ മതങ്ങൾ വന്നിട്ടുണ്ട്, മതപുരോഹിതന്മാരുണ്ടായിട്ടുണ്ട്, അവൻ ഗുരുക്കന്മാരും, അവൻ ഒന്നിനും കുറവില്ല ഈ ഇന്ത്യക്കകത്ത്. പക്ഷെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവൻ ആരെങ്കിലും ഈ ലോകത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? എന്നാൽ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഈ ലോകത്തിൽ വന്നത്. കർത്താവ് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം അവൻ ജീവിതത്തിലില്ല. എന്റെ സ്നേഹിതരെ, ഒരു കാലത്ത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഇത്രയും ശബ്ദമെടുത്ത് എന്തിനാണ് ഇത് വിളിച്ചു പറയുന്നതെന്ന്. ഒരു കാലത്ത് പാപത്തിന്റെ മോക്ഷം ലഭിക്കാത്തവരായി, ഭക്ഷ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഇവിടുത്തെ പോലീസ് അധികാരികൾക്കും ഇവിടുത്തെ ശ്രോതകളുടെ കുടുംബത്തിനും സമൂഹത്തിനും തലവേദനകളായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതം. പക്ഷെ ഞങ്ങളെ മാറ്റിമറിച്ച ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. അത് നരമോഹികളെ നരസ്നേഹികളാക്കി തീർത്ത യേശുവിന്റെ സന്ദേശമാണ്. അവിടുന്ന് ഈ ലോകത്തിൽ വന്നു 23.5 വർഷം ജീവിച്ചു. അവൻ ഒരുത്തൻ ദൈവമാകണമെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഗുണം വേണം. അവൻ മനുഷ്യദൈവങ്ങൾ പ്രതിമുളയ്ക്കുന്ന കേരളത്തിൽ അവൻ സ്തോത്രം അവൻ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണവിശേഷതകൾ ഉണ്ടായിരിക്കണം. എന്താണ് ഒരുത്തൻ ദൈവമായിരിക്കുവാനുള്ള ഗുണവിശേഷത? ഒന്ന്, അവൻ ദൈവമായിരിക്കാനുള്ള ഗുണവിശേഷത അവൻ പാപത്തെ പരിഹരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. 2, അവൻ ലോകത്തിന്റെ മേൽ ജയമുള്ളവനായിരിക്കണം. 3, മരണത്തിന്റെ മേൽ ജയമുള്ളവനായിരിക്കണം. പ്രകൃതി ശക്തികളുടെ മേൽ ജയമുള്ളവനായിരിക്കണം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു പറയട്ടെ, പാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലും മരണത്തിന്റെ മേലും പ്രകൃതി ശക്തികളുടെ മേലും ഒരേ അധികാരം അവൻ വിളിച്ചു പറഞ്ഞ ഒറ്റ ആളുടെ ജീവിതം മാത്രമേ ചരിത്രത്തിൽ ഉലകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ്. ഒടുവിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു. യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷിത്വ മരണമല്ലായിരുന്നു പോകുന്നു. യേശുവിന്റെ മരണം ഒരു സാധാരണ മരണമല്ലായിരുന്നു. യേശുവിന്റെ മരണം എന്റെയും നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൽ മൂക്കിയുടെ കാര്യായി അവൻ മാറി. നമ്മുടെ ചിന്തകൾ കൊണ്ട് നാം ദോഷം ചെയ്തതുകൊണ്ട് അവരുടെ കൈകാലുകളുടെ കാര്യായി കൈകാലുകൾ ആഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങൾ കൈകൾ കൊണ്ട് ദോഷം ചെയ്തതുകൊണ്ട്, ഞാനും നിങ്ങൾ കാലുകൾ കൊണ്ട് ദോഷത്തിലേക്ക് ഓടിയതുകൊണ്ട് സ്തോത്രം അവിടുന്ന് ആ ശിക്ഷ കൈകാലുകളിൽ ഏറ്റെടുത്തു. അവനൊരു ഇറച്ചിക്കടയിൽ ഒരു മാംസം തൂങ്ങിക്കിടക്കുന്നത് പോലെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാണ്. അവൻ പവിത്രനായ നിർദോഷനായ പാപികളോട് വേർവിട്ട് നിന്ന് അവൻ ലോകത്തിലെ ഒരുത്തരെ ചൂണ്ടിക്കാണിച്ചവൻ പാപിയാണെന്ന് പറയാൻ കഴിയാത്ത യേശു എന്തിനും അവന്റെ സ്നേഹിത മരിച്ചത് ലഭിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചതാണ്. അവൻ 6 മതനിഷ്ഠാന കോടതികൾ മാറി മാറി വിധിച്ചു. അന്നത്തെ ഗവർണറായിരുന്ന പിലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവൻ ഹെരോദാവും പറഞ്ഞു, എല്ലാ മതനേതാക്കന്മാരും പറഞ്ഞു, ചോദ്യം അവശേഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പാപമില്ലാത്ത കുറ്റമില്ലാത്ത ഈ യേശു എന്തിനു വേണ്ടി അവൻ ഇത്ര ഘോരമായ മരണം സഹിക്കേണ്ടി വന്നെന്ന് ചോദിച്ചാൽ, അവന്റെ സ്നേഹിതരെ, ഞാനും നിങ്ങളുമായിരുന്നു മരിക്കേണ്ടത്. വചനം പറയുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ്, നിത്യനരകമാണ്. ആ നിത്യനരകത്തിന്റെ ആ താമൻ അഗ്നി, ആ നിത്യനരകത്തിന്റെ യാതന യേശു കാൽവരി ക്രൂശിൽ വഹിക്കുകയാണ്. അവന്റെ സ്നേഹിത, യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ഉയർത്തലുയർപ്പ് എല്ലാം നിഷ്ഠുര്യമായിരുന്നു. അവൻ അവിടുന്ന് എല്ലാറ്റിലും അവൻ നിഷ്ഠുര്യനായി ഇന്നും അവൻ ഉയരത്തിൽ അവൻ വാഴുകയാണ്. ലോകത്തിൽ അനേക മഹാന്മാരുടെ കണ്ണുകൾ അവൻ അടങ്ങി കിടക്കുമ്പോൾ ഞങ്ങൾ സവിസ്തരം ഘോഷിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ കണ്ണുക ഇന്നും അവൻ പാലസ്തീനിൽ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വെച്ചൊരു വാക്യമുണ്ട്, അവനിടയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതൊരു കെട്ടുകഥയല്ല. 500-ലധികം പേർക്ക് അവിടുന്ന് ആ നാളിൽ പ്രത്യക്ഷമായി.
അവൻ സ്തോത്രം തന്റെ അരുമ ശിഷ്യന്മാർ നോക്കി നിൽക്കെ മന്ദമായി അവൻ മേഘങ്ങളിൽ അവരുടെ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുവാനിടയായി തീർന്നു. എന്തിനാണ് യേശു ലോകത്തിൽ അവൻ ഒരു കുഞ്ഞായി ജനിച്ചത്? ദൈവമായി നിന്നവർ എന്തിനാണ് മനുഷ്യനായി തീർന്നത്? അവൻ മനുഷ്യരായി ഭാവികളായി നിന്ന് നമ്മളെ അവൻ വിടുവിക്കുവാനാണ് ദൈവം അവൻ മനുഷ്യവേഷം ധരിച്ച് ഈ ലോകത്തിൽ വന്നത്. ഞാൻ നിങ്ങൾ അറിയാതിരിക്കുന്നത്, പാപത്തിന്റെ ദോഷം വേണാതിരിക്കുന്നത്, അവൻ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് ഒന്നുകിൽ നിത്യ സ്വർഗത്തിലേക്കോ നിത്യ നരകത്തിലേക്കോ മനുഷ്യൻ മാറേണ്ടതാണ്. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏതെങ്കിലും ഉണ്ട്. അവൻ സ്തോത്രം മനുഷ്യൻ നേരിടേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് വെച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അവൻ എത്ര വലിയ വ്യക്തിയാണെങ്കിലും ഞാൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു ന്യായാസനമുണ്ട്. അവൻ ദൈവത്തിന്റെ വിസ്താര കോടതിയുണ്ട്. ഇവിടുത്തെ സുപ്രീം കോടതിയും ഇവിടുത്തെ കോടതികളുമൊക്കെ അവൻ ഇവിടുത്തെ അവൻ വ്യവസ്ഥകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കോടതി മുസ്ലിമിത. ആ കോടതിയുടെ പേരാണ് അവൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കോടതി. ഇവിടെ മദ്യപിച്ച് ഇവിടെ നെക്കിലിട്ട് കുഞ്ഞുങ്ങളെ നോക്കാതെ ഭാര്യയെ നോക്കാതെ സമൂഹത്തിന് നല്ലവരെയായി പാപവും ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അവൻ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ട സമയമുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. പൂജ കഴിഞ്ഞ സമയം കേൾക്കുന്ന മനസ്സിലാക്കുക. പാപഭാരത്താതിന്റെ ഹൃദയം നനയുന്നുണ്ടോ? പാപത്തിന്റെ മോക്ഷം പലയിടത്തും പോകാതെ പോയിട്ട് കിട്ടാതെ അതിന്റെ അകത്ത് അവൻ ഒരു പരീക്ഷകളോടെ അത് ദൂരെ അകന്നു മാറി നിൽക്കുകയാണോ? ഇന്ന് സ്ഥല സന്തോഷങ്ങളോ ഒന്നും എനിക്ക് വേണ്ട രീതിയിലുള്ള പാപമോക്ഷം നൽകി തരത്തില്ല. അതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നേരത്തെ ഓർപ്പിച്ചതുപോലെ പാപമോക്ഷത്തിനും ദൈവം വെച്ചൊരു മാതൃകയുണ്ട്. ദൈവം വെച്ചൊരു വ്യക്തിയുണ്ട്, ഒരു കാര്യമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ കാൽവരി മരണത്തിലൂടെ ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും അങ്ങനെ അവിടുന്ന് വഹിച്ചു. ലോകത്താണെന്ന മനുഷ്യൻ ആ യേശുവിനെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പാപക്ഷമ തന്നെ എന്നതിനെ പാപത്തിന്റെ അലങ്കര ഫലങ്ങളാകുന്ന ലോകത്തിന്റെ മരണത്തിൽ നിന്നും പ്രതീക്ഷത്തിലും തന്നെ വിടുവിച്ച് നിത്യ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഏക വഴിയായ ഒരു നാമമുണ്ട്. ആ നാമമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഗുരുക്കന്മാരും തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് പറഞ്ഞിരുന്നത് ഒരിക്കൽ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം വരുന്നത് പോലെയല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇങ്ങനെ അവൻ ഏറോളം സത്യപ്രസ്താവനകൾ നടത്തിയ ഒരൊറ്റ വ്യക്തിയെ നിലവിൽ ലഭിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ഉച്ചകഴിഞ്ഞ സമയം ഈ അവൻ അനുഗ്രഹിക്കപ്പെട്ട ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മം അവൻ നാം ആഘോഷിക്കുകയാണ്. പക്ഷേ അവൻ പലപ്പോഴും ആ ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകുന്നു. നമുക്ക് സംശയിക്കാറുണ്ട്. കാരണം അവൻ മറ്റു കുട്ടികളുടെയും ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുന്നില്ല, ആഹാരങ്ങൾ കഴിക്കുന്നു. പക്ഷേ അവരെ സ്വന്തം മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയൊക്കെ അകമ്പടിയോടെ ആഘോഷിക്കുന്ന ഒന്ന് അന്വേഷിക്കുക. അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനം മദ്യപിക്കുന്നത് പാപമാണ്, അവൻ തിന്മ കഴിയുന്നത് പാപമാണ്, അവൻ മയക്കുമരുന്ന് അടിച്ച് അവൻ ലക്ഷ്യമായി നഷ്ടപ്പെടുത്തുന്നത് പാപമാണ്. ആ പാപത്തിന്റെ പരിഹാരത്തിനാണ് യേശു മരിച്ചത്. ആ പാപം അവൻ മോചിക്കപ്പെടാനുള്ള ഏക മാർഗമാണ് കർത്താവായ യേശുവിന്റെ മകൻ. ഉള്ളിൽ ഈ പാപത്തിന്റെ ഭാരം നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ ഒരു ലോകത്തിന്റെ അടിമയാണ് ഞാൻ. എന്റെ മക്കളത്തിന്റെ മയക്കുമരുന്നിന്റെ ആസക്തിയിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കണം. എനിക്കൊരു നല്ല വ്യക്തിയായി ജീവിക്കണം. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ചിട്ട് ആമേൻ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുണ്ടായിത്തീരും. യേശു പറഞ്ഞു, കർത്താവ് ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്നേഹിത, ദൈവത്തിന് ആവശ്യത്തിന്റെ പണമല്ല,
ദൈവത്തിന് ആവശ്യം നിന്റെ മറ്റൊന്നുമല്ല, ദൈവത്തിന് ആവശ്യം നിന്റെ ഹൃദയമാണ്. ആ ഹൃദയം കർത്താവായ യേശുവിലേക്ക് കൊടുക്കുവാൻ ഇടയായിത്തീരട്ടെ. ഈ ഡിസംബർ മാസം 25-ാം തീയതി അവൻ യേശുവിന്റെ ജനനം ഉൾക്കൂടുകളിലും ദേവാലയങ്ങളിലുമല്ല, നിങ്ങളുടെ ഹൃദയമാകുന്ന ആലയത്തിൽ യേശു ജനിക്കട്ടെ. അവൻ സന്തോഷമായി ഈ ഭൂമിയിൽ വന്നവൻ, പാപത്തിന്റെ പരിഹാരമായി വന്നവൻ, ശാപങ്ങളിൽ നിന്ന് വിടുവിക്കാനായി വന്നവൻ, അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ജനിക്കട്ടെ. അവൻ ഒരു നിമിഷം അവൻ സ്തോത്രം നിങ്ങളെ കർത്താവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട. കണ്ണുകൾ അടച്ച് അവൻ ഒരു നിമിഷം എന്നോടുകൂടെ ഈ പ്രാർത്ഥന